ഒരു പത്രസമ്മേളനത്തിൽ ഗൗരി കിഷൻ എന്ന് പറയുന്ന നടി യൂട്യൂബർക്കെതിരെ പ്രതികരിച്ചതാണ് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് വാർത്തകൾ. മുമ്പെല്ലാം മെലിഞ്ഞവർ മോശക്കാരും തടിയുള്ളവർ നല്ല ആരോഗ്യമുള്ളവരും എന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മെലിഞ്ഞവർ ആരോഗ്യമുള്ളവരും തടിയുള്ളവർ ഒന്നിനും കൊള്ളാത്തവരുമെന്നുള്ള വാദങ്ങളിലേക്ക് നമ്മുടെ സമൂഹം മാറിയതിന്റെ ഫലം കൂടിയാണ് ഇത്തരം ചർച്ചകൾ. മുമ്പെല്ലാം ഭക്ഷണ ഫാക്ടറി കമ്പനികൾ ഭക്ഷണം വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് തടിയുള്ളവരെ ആരോഗ്യമുള്ളവരായി ചിത്രീകരിച്ചു. ഇന്ന് എല്ലാവർക്കും ചെറിയ വിലയിൽ തന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന കാലമായി. അപ്പോൾ ഇന്ന് മത്സരങ്ങൾ വില കൂടിയിട്ടുള്ള, എത്ര കഴിച്ചാലും ശരീരത്തിൽ കൂടുതൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാത്ത ഭക്ഷണങ്ങൾക്ക് വേണ്ടിയായി. ഹെൽത്ത് വെൽനസ് ഭക്ഷണങ്ങൾക്ക് വില കൂടുതലാണ്, മാർക്കറ്റിംഗ് മത്സരങ്ങളും കൂടുതലാണ്. അപ്പോൾ മെലിയാൻ വേണ്ടി മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ നമുക്കിന്ന് ലഭിക്കുന്നു. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ നിരീക്ഷണം ഒരിക്കലും എഡിറ്റോറിയൽസിന്റെ മാത്രം നിരീക്ഷണമല്ല. എഡിറ്റോറിയൽസിന് മാത്രമായി ഇങ്ങനെയൊരു നിരീക്ഷണവുമില്ല. ഈ പറഞ്ഞ വിശകലനവും ചില സാമൂഹിക നിരീക്ഷകർ ഉയർത്തിവിട്ട ചിന്തകളാണ്. മനുഷ്യന്റെ ആരോഗ്യം തീരുമാനിക്കുന്നതിൽ 90% ജനിതകവും പാരമ്പര്യവുമായിട്ടുള്ള തലമുറ കൈമാറ്റവുമാണ് എന്നാണ് ഈ നിരീക്ഷകർ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത്. അതിനുപരി ഭക്ഷണത്തിന് മാത്രമായി വലിയൊരളവിൽ അതിനെ സ്വാധീനിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം?